സിനിമ എന്തെന്നറിഞ്ഞും സിനിമയിൽ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറുടെ പ്രശസ്തി എത്രത്തോളം ഉണ്ടെന്നറിഞ്ഞും തന്നെയാണ് ഇദ്ദേഹം പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ സിനിമാക്കാർക്കിടയിൽ ഈ ഫോട്ടോഗ്രാഫർക്ക് നല്ല പേരുമായിരുന്നു. ആൽബം നോക്കി ആസ്വദിക്കുന്നത് ഹീറോയിൻസാണ്. അതിൽ പല ഹീറോയിൻസും അത് നോക്കിയിട്ട് വളരെ നന്നായിട്ടുണ്ട് എങ്കിൽ നന്നായിട്ടുണ്ടെന്ന് പറയും, ചീത്തയാണെങ്കിൽ ചീത്തയാണെന്ന് പറയും. അതിൽ ശാരദ, ഷീല, ജയഭാരതി ഒക്കെയാണ് അന്നത്തെ ഏറ്റവും വലിയ നടികളായിരുന്നല്ലോ. അതേപോലെ തന്നെ പ്രേം നസീർ സാറും അതെ, സത്യമാഷും മധുസാറും ഒക്കെ എല്ലാവരും അതെ, വളരെ ആ കാര്യത്തിലൊക്കെ വളരെ ഡീസൻ്റായിട്ട്. പിന്നെ മധുസാറിൻ്റെ കൂടെ മധുസാർ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഏതാനും പടങ്ങൾ ഞാനാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. മധുസാർ പിന്നെ എൻ്റെ ഒരു വളരെ അടുത്തൊരു സുഹൃത്താണ്. നസീർ സാറിൻ്റെ കൂടെ 64 പടം മറ്റോ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ പടങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള നസീർ സാറിൻ്റെ കൂടെയാണ്. നസീർ സാർ നല്ലൊരു സുഹൃത്തായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു. മലയാള സിനിമയിൽ നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരാളായിരുന്നു പ്രേം നസീർ. അതേമാതിരി തന്നെ സത്യമാഷും പഴയ ആൾക്കാരൊക്കെ വളരെ നല്ല പെരുമാറ്റമായിരുന്നു. അവർ പ്രത്യേകിച്ച് അവരുടെ ഓരോ തൊഴിലിനോടും അവർക്കുള്ള ആത്മാർത്ഥത എല്ലാവരും കാണിച്ചിരുന്നു. സത്യമാഷും നസീർ സാറും തൊഴിലിനോട് അങ്ങേയറ്റം ആത്മാർത്ഥത കാണിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഡേവിഡ് അറിയപ്പെടുന്നതും ഓർമ്മിക്കപ്പെടുന്നതും സിനിമ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയാണ്. ഭാഗ്യം തുണച്ചിരുന്നെങ്കിൽ വെള്ളിത്തിരയിലും മൂവി ക്യാമറ കൊണ്ട് കവിത രചിക്കാൻ ഈ കലാകാരന് കഴിയുമായിരുന്നു. ചില താരങ്ങളുണ്ട്, അവർക്ക് ഇപ്പോൾ എന്താ അറിയോ, നമുക്ക് സീന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്റ്റിൽ എടുക്കാനായിട്ട് നിന്നാന്ന് പറഞ്ഞാൽ അവരുടെ താര പദവിക്ക് അതൊരു വലിയൊരു കുറച്ചിലാണ് എന്ന് കരുതുന്ന മലയാളത്തിൽ താരങ്ങളുണ്ട്. പേര് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഞാനായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായ 2-3 താരങ്ങളുണ്ടായിരുന്നു. അതേ സ്ഥാനത്ത് തമിഴ് ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ MGR ശിവാജിയോ അങ്ങനെ ആരെ നോക്കിയാലും അവരാ സീന് കഴിഞ്ഞാൽ ഉടനെ കട്ട് പറഞ്ഞാൽ ഉടനെ പോസ് ചെയ്തു നിന്നു. സ്റ്റിൽസ് എത്ര എടുക്കുന്നതിനും അവർക്ക് യാതൊരു മടിയില്ല. ഇപ്പോൾ ഹിന്ദി ഫീൽഡിൽ അത് തന്നെ. ഹിന്ദി ഫീൽഡിൽ ക്യാമറ വർക്ക് ചെയ്തു, ക്യാമറ ഷോട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാലും ആർട്ടിസ്റ്റുമാർ അതേപറ്റി അവർക്ക് സ്റ്റിൽസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഹേമമാലിനിയുടെ കൂടെ ഞാനൊരു പടം വർക്ക് ചെയ്തിട്ടുണ്ട്. അവർ എന്ത് സഹകരണമാണെന്നറിയോ, സ്റ്റിൽസ് എടുക്കാനായിട്ട് എത്ര എടുത്താലും ഇപ്പോൾ ഒരു 10 എടുത്താലും അവരതിനെ പറ്റിയിട്ട് യാതൊന്നും മുഖം കറുപ്പിക്കുകയൊന്നുമില്ല. ആധുനിക കാലത്തിന്റെ ഫോട്ടോഗ്രാഫർ അല്ല ഡേവിഡ്. സാങ്കേതിക വിദ്യ ഏറെയൊന്നും വളർന്നിട്ടില്ലാത്ത ഒരു കാലത്താണ് ഈ മനുഷ്യൻ ക്യാമറ കയ്യിലെടുത്തത്. പക്ഷേ എല്ലാ കാലത്തെയും വിസ്മയിപ്പിക്കുന്ന ചിത്രങ്ങളാണ് തന്റെ ക്യാമറയിലൂടെ ഇദ്ദേഹം പകർത്തിവെച്ചത്. സംവിധായകൻ PB ഉണ്ണി എന്നെ വിളിച്ചൊരു പടം തന്നു. ആ പടത്തിൽ അന്നത്തെ തമിഴ് ഫീൽഡിൽ കൊടികുത്തി വാഴുന്നൊരു നടിയായിരുന്നു. അവരുടെ ഭർത്താവ് തന്നെയായിരുന്നു നിർമ്മാതാവും. അപ്പോൾ ഞാൻ ഒരു ഷെഡ്യൂൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് ആൽബം കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ഞാനെടുത്തത് അത്ര തൃപ്തികരമല്ല. അവരുടെ അന്നത്തെ സൗന്ദര്യം മുഴുവനും അതിൽ വന്നില്ല, ഞാൻ വളരെ മോശമായി എടുത്തു എന്നുള്ളതായ ഒരു കംപ്ലൈൻറ്റുമായിട്ട് അവർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ സമീപിച്ചിട്ട് പറഞ്ഞു എന്നെ മാറ്റണം. ഞാൻ പിന്നെ ആ പടത്തിന് വർക്ക് ചെയ്തില്ല, പകുതിയോളം വർക്ക് ചെയ്തു, അതിനുള്ള പ്രതിഫലവും വാങ്ങിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിച്ചത് അവരുടെ അന്നത്തെ പ്രസിദ്ധിയും പണവും സമ്പദവും വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവരോടൊന്നും കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ എൻ്റെ മനസ്സിലൊന്നുണ്ടായിരുന്നു, എന്നെങ്കിലും ഒരു കാലത്ത് ഇവരെ കൊണ്ട് എനിക്ക് തൊഴിലറിയാം എന്നുള്ളത് പറയിപ്പിക്കണമെന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ പറയിപ്പിച്ചു. ഒരു പടത്തിൻ്റെ കാലങ്ങൾ കുറേ കഴിഞ്ഞ് പിന്നെ ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങൾ വന്നു. 4-5 പടം കഴിഞ്ഞു. ഒരു പടം വന്ന സമയത്ത് ആൽബം കണ്ടു കഴിഞ്ഞപ്പോൾ അവർ എന്നെ നേരിട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഡേവിഡേ വളരെ നല്ല ഫോട്ടോസാണ്, എനിക്ക് വളരെ ഇഷ്ടമായി. അതിലൊരു നമ്പർ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അതിൻ്റെ ഒരു 100 കോപ്പി എനിക്കിട്ട് തരണം, എനിക്ക് ഫാൻസിന് അയക്കാനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് അന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ ലൈഫിനെ തന്നെ ബാധിക്കുന്നതായിരുന്നു. കാരണം ഒരു പിക്ചറിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് നമുക്ക് തൊഴിൽ ചെയ്തത് അവർക്ക് തൃപ്തികരമല്ല എന്ന് പറഞ്ഞ് മാറ്റുക എന്ന് പറഞ്ഞാൽ ഏതൊരു ടെക്നീഷ്യനും ഏതൊരു ആർട്ടിസ്റ്റിനും വലിയൊരു അവഹേളനമായിരിക്കും അത്. കാരണം അത് തൊഴിൽ ചെയ്യാൻ അറിയില്ല എന്നുള്ള ഇൻഡസ്ട്രിയിലുള്ളൊരു സംസാര വിഷയമാകും അത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു സംസാര വിഷയമൊന്നും ആയില്ല, എനിക്ക് തുടർന്ന് പോകാനുള്ള. പക്ഷെ ആരംഭകാലമായിരുന്നതുകൊണ്ട് എനിക്കത് എൻ്റെ മാനസികമായിട്ട് ഞാൻ വളരെ വേദനപ്പെട്ടു. നമ്മുടെ കാരിയറിനെ ബാധിക്കുന്നതാണല്ലോ എന്ന് കരുതി.
മലയാള സിനിമ മദ്രാസിൽ ചുറ്റിത്തിരിയുന്ന കാലത്താണ് ഡേവിഡ് ചലച്ചിത്ര രംഗത്ത് എത്തുന്നത്. കഴിവ് തെളിയിച്ചു കഴിഞ്ഞതോടെ ഈ കലാകാരന് കൈ നിറയെ സിനിമയായി. പക്ഷേ ജീവിക്കാനും കുടുംബം പോറ്റാനും സിനിമയ്ക്ക് പുറത്ത് പണിയെടുക്കേണ്ട അവസ്ഥയായിരുന്നു ഇദ്ദേഹത്തിന്. ഞാൻ സിനിമോട്ടോഗ്രാഫിയിൽ നിന്ന് ഞാൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ട് വരികയും ചെയ്തത്. കാരണം അന്നത്തെ സാഹചര്യത്തിൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അന്ന് സിനിമോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ. ഒരു സിനിമോട്ടോഗ്രാഫർ ആകുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ ചുരുങ്ങിയത് ഒരു 6 കൊല്ലം 7 കൊല്ലം നമ്മളവർ കൂടെ നടക്കണം. അത് അത്രയും കാലം നമ്മൾ കയ്യിൽ നിന്ന് കാശ് മുടക്കി നമ്മുടെ ചിലവുകളെല്ലാം നമുക്ക് സഹിക്കാൻ സാധിക്കുന്ന സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. കുറഞ്ഞത് 4-5 കൊല്ലം ഇല്ലാതെ ഒരു സിനിമോട്ടോഗ്രാഫർ ആകാൻ സാധിക്കില്ല. പിന്നെ നമുക്കൊരാദ്യമായിട്ടൊരു ചാൻസ് തരാനായിട്ട്, ധൈര്യമായിട്ട് തരാനായിട്ട് ഒരു സംവിധായകൻ മുന്നോട്ട് വരണം, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ മുന്നോട്ട് വരണം. അത് നമ്മുടെ വർക്കിൻ്റെ കഴിവ് കണ്ട് പലർക്കും അങ്ങനെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഒരു പരീക്ഷണത്തിന് നിന്നില്ല. നമ്മൾക്ക് ഇൻഡസ്ട്രിയിൽ വന്ന കാലഘട്ടത്തിലൊക്കെ ഉള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അത് ഉപേക്ഷിച്ചിട്ടാണ് സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ട് വന്നത്.